ലോകമഹായുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, ആറ്റം ബോംബ് എറിയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തിരുവനന്തപുരം സെക്രട്ടറിയുടെ അകത്തോ പുറത്തോ ഉള്ള ആളുകൾക്ക് യാതൊരു പരിഗണനയുമില്ല. എന്തോ ഒരു പ്രൊമോഷൻ തസ്തിക വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ ലോകമഹായുദ്ധം ഉണ്ടാവുന്നതിനേക്കാളും വലിയ ആവേശത്തോടു കൂടിയാണ് അവരത് ശ്രദ്ധിക്കുക. രാഷ്ട്രതന്ത്രജ്ഞൻ, വാഗ്മി, പത്രപ്രവർത്തകൻ തുടങ്ങി നിരവധി വിശേഷണങ്ങൾക്കർഹനായ CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും ആവേശമാണ്. 24-ാം വയസ്സിൽ കോഴിക്കോട് നഗരസഭയിലെ കുറ്റിച്ചിറ വാർഡിൽ മത്സരിച്ച് വിജയിച്ചാണ് CHന്റെ പാർലമെന്ററി ജീവിതം ആരംഭിക്കുന്നത്. 1955-ൽ CHന്റെ രണ്ടാം മത്സരം തൊട്ടടുത്ത പരപ്പിൽ വാർഡിലായിരുന്നു. ഇടതുപക്ഷം പിന്തുണച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അപ്പക്കോയയും CHും തമ്മിൽ നടന്ന മത്സരം കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ കാലം മുതൽ കോൺഗ്രസ് കുത്തകയായ പരപ്പിൽ വാർഡിൽ CH അട്ടിമറി വിജയം നേടി. 44 വോട്ടിന്റെ ഭൂരിപക്ഷം. അത് വലിയൊരു ഫൈറ്റായിരുന്നു. ഒരു പാർലമെന്റ് ഇലക്ഷൻ പോലെയുള്ള ഫൈറ്റായിരുന്നു. 6 പതിറ്റാണ്ട് മുമ്പ് CH മത്സരിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആവേശത്തെക്കുറിച്ച് പറയാൻ കുറ്റിച്ചിറയിലെ പഴയ തലമുറയ്ക്ക് വലിയ താല്പര്യമാണ്. ഇവർ ഈ അഹങ്കാരമായിരുന്നല്ലോ, മുന്നോട്ട് ജയിച്ചു പോയി എന്നുള്ള അഹങ്കാരത്തിൽ നിന്ന് ലീഗുകാർ അതുവരെ 5 മണി വരെ മരിച്ച് പണിയെടുത്ത് അവസാനം CH ജയിച്ചു. ഇത് അങ്ങനത്തെ ഉള്ള ഒരു വാർഡിലാണ് ജയിക്കുന്നത്. അങ്ങനെയാണ് അവിടുന്ന് CHന്റെ ഉയർച്ച വരുന്നത്. നിയമസഭാ സ്പീക്കർ, വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ വലിയ പദവികൾ വഹിച്ച CH മുഹമ്മദ് കോയയുടെ ജീവിതം ലീഗ് അണികൾക്ക് മാത്രമല്ല രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കെല്ലാം വലിയ പാഠങ്ങൾ നൽകുന്നുണ്ട്. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.